എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തില് കഴിഞ്ഞ 10 വർഷമായി വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജനകീയ ഓണസദ്യ, അത് ഓണസദ്യയും വിഷുസദ്യയും ഇവിടെ ടീച്ചറുടെ വീട്ടിൽ വെച്ച് നടത്താറുണ്ട്. ഇത്തവണ ആഗസ്റ്റ് 15-ന് GS അജിത്തിന്റെ വക ഒരു സ്വാതന്ത്ര്യ ദിന ജനകീയ സദ്യ നടത്തി. അപ്പോൾ ഈ ഓണത്തിന് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ, ഓണപ്പുടം എടുക്കുമ്പോൾ അർഹരായവർക്ക് അതിന് വേണ്ട ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥന ആരംഭിക്കുന്നതായിരുന്നു. ഗണപതി ഭഗവാനുമജ്ജയോരി പ്രണയിനിയാകിയ ദേവി വാണിതാനി ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം. അപ്പോൾ ഇത്തരം ഒരു പരിപാടി ആരംഭിച്ചപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും അത് കൃത്യമായി മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കായി നടത്തുന്ന ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുകയും എല്ലാ പരിപാടികളിലും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആരാധനായ മുന്നണിയുടെ കൈമളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് സ്നേഹത്തോട് കിട്ടിയ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ എന്തായാലും അന്തരീക്ഷം മുടികെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ 9 വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ ഈ അന്നദാന പദ്ധതി നമ്മൾ നടപ്പിലെടുത്തിട്ട് നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ അല്ലെങ്കിൽ വളരെ സുതാര്യമായ രീതിയിൽ ഇത് നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. നല്ലവരായ നാട്ടുകാരും പ്രവാസികളും ഒക്കെ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേത്തൊക്കെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ഈ പരിപാടി നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എല്ലാ വിഷുവിനും, ഓണത്തിനും, ക്രിസ്തുമസിനും, പെരുന്നാളിനും നമ്മൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സദ്യയായാലും കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഓണം, വിഷു എന്നീ ദിവസങ്ങളിൽ കസ്റ്റമറിൽ ചില വീട്ടിൽ വെച്ചിട്ടുണ്ട് വിപുലമായ രീതിയിൽ തന്നെ സദ്യയും നടത്തുന്നുണ്ട്. എന്തായാലും നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ദേവി ചങ്ങത്താണ്. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഗുരുവായൂർ പൈതൃകം മുതലായ സംഘടനകൾ എങ്ങനെ ഒരു സംഘാടക കൊണ്ടൊരു സംഘടനയെ പ്രബലമാക്കാം അല്ലെങ്കിൽ ശക്തിപ്പെടുത്താം എന്ന് ഗുരുവായൂർ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആഹ്വാനം. ഇന്ന് നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ചെയർമാൻ കൃഷ്ണദാസ് അവറുകളാണ്. അദ്ദേഹം വഴി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് ഇന്നത്തെ ഈ നമ്മൾ ഈ ഓണത്തിന് സദ്യയോടൊപ്പം തന്നെ ഓണക്കോടിയും വിതരണം ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ആ ഉദ്ഘാടനം നിർവഹിക്കാനും എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനാണ് മമ്മിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കൂടി ആയ പ്രകാശസ്വാമി. അദ്ദേഹത്തെ അതായത് ഹരിസ്വാമിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഗുരുവായൂരത്ത് സുപരിചിതനാണ്. ഐ ഫൗണ്ടേഷനിലൂടെ കണ്ണിൻ്റെ ഓപ്പറേഷനായാലും ഒരുപാട് വ്യക്തിത്വങ്ങളെ സഹായിച്ചുകൊണ്ട് കർമ്മനിരതനായ വ്യക്തിത്വം കൊടുക്കുകയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യം സാധിക്കും. റാഫി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ട്രഷററാണ്. നമ്മുടെ സജീവ പങ്കാളിയാണ് റാഫി. കൂടാതെ കൂടെ എല്ലാവരും ചന്ദ്രനുണ്ട്, രമേശനുണ്ട്, പ്രേംജിയുണ്ട്, ജയനുണ്ട്, പിന്നെ റഷീദുണ്ട്, ദിവാകരേട്ടൻ, വിജയന്, എല്ലാവരും വിദ്യാകമണി ഓരോരുത്തരെയും ഇതിനു വേണ്ടി ഒരുപാട് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് പ്രത്യേകിച്ച് നിങ്ങളെ ഈ അന്നദാനം സ്വീകരിക്കാനുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് അഡ്വക്കേറ്റ് ആരാധനായ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ഘാടനത്തിന് എത്താനുള്ള നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അവര് ബഹുമാനപ്പെട്ട ഇന്ന് മുതൽ 500 പേർക്ക് മമ്മിയൂർ ദേവസ്ഥയിലെ അന്നദാനം നൽകുകയാണ്. പ്രസാദൂട്ട് നൽകി
അതിന് നേതൃത്വം നൽകിയ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ DK പ്രകാശൻ അവർ, നേരത്തെ പറഞ്ഞതുപോലെ രംഗത്ത് കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള സ്വാമി ഹരിനാരായണൻ, ട്രഷറർ റാഫി, കൺവീനർ മുരളീധര കൈമളടക്കം ഇന്ന് ഈ ഭക്ഷണം നൽകാനായിട്ട് സഹകരിക്കാൻ എത്തിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ള ആളുകൾ. ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി ആരംഭിക്കുകയും അത് 10 വർഷം തികയ്ക്കുകയും ചെയ്യുക എന്നത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ കൊടുക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇത്തരമൊരു പരിപാടി ആരംഭിച്ചത്. മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ചുമാണ് നൽകുന്നത്. അതിന് ഒരാഴ്ചയിൽ തന്നെ 2, 3, 4 തവണയൊക്കെ ആളുകൾ സ്പോൺസർമാരായിട്ട് വരികയാണ്. അത് പല സ്ഥലത്തു നിന്ന് വരികയാണ്. അതിന് പ്രധാന കാരണം ഇതിൻ്റെ സുതാര്യതയും അതുപോലെ തന്നെ ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആത്മാർത്ഥതയുമാണ്. ഇപ്പോൾ ഇവിടെ മുരളീധര കൈമൾ കൺവീനറാണ്, വസ്ത്രദാനത്തിൻ്റെ കൺവീനർ മുരളി അകമ്പടിയാണ്. നമ്മുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ പരിപാടി രാജേഷ് അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇത് വിജയിപ്പിക്കാൻ കാരണം. അപ്പോൾ അത്തരത്തിൽ ഈ പരിപാടി മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ചേംബർ ഓഫ് കൊമേഴ്സിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഞാൻ സംസാരിച്ചത് വസന്തമൻ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മോനെ തുടങ്ങിക്കോ, ഞാൻ ഇടപാടുണ്ടാവും. ആ ടീച്ചറുടെ ഈ വസതിയിൽ എല്ലാ വർഷവും നടത്താൻ കഴിയുന്നതിൽ ഒരു സന്തോഷം കൂടി ടീച്ചറോട് പറയുന്നതോടൊപ്പം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും നന്ദി പറയാം. അടുത്തതായിട്ട് നമുക്ക് DK പ്രകാശ് സാർ, നമ്മൾ ഓണപ്പുടവ കൈമാറ്റാണ്. അത് ചെയർമാൻ വന്നിട്ട് ചെയ്യാം. അദ്ദേഹത്തെ സ്നേഹത്തോട് വിളിച്ചു. യോഗത്തിൻ്റെ അധ്യക്ഷൻ രവി ചങ്കത്ത്, സ്വാമി ഹരിനാരായണൻ, സ്വാഗതം പറഞ്ഞ മുരളിയേട്ടൻ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ട്രഷറർ റാഫി, പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ പറയേണ്ടതില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് 2 അത്യന്താപേക്ഷിത. ഇതിൽ 2 കാര്യം ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് സുസ്ഥിരമായി നിർവഹിച്ചു വരികയാണ്. ഭക്ഷണം മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചകളിലും, അതിൽ കൂടുതൽ ദിവസങ്ങളിലും കൊടുത്തു വരുന്നു. അപ്പോൾ ജഗദീശ്വരൻ്റെ അനുഗ്രഹം പരിപൂർണമായി ഉള്ളത് കൊണ്ടാണ് ഈ സംഘടനയ്ക്ക് അത് ചെയ്തു പോകാൻ സാധിക്കുന്നത്. കൂടാതെ വസ്ത്രദാനം നടക്കുന്നു. പുതിയതല്ലെങ്കിലും വസ്ത്രം നൽകുന്നു. ചിലപ്പോൾ പുതിയതും നൽകുന്നുണ്ടാവും. ഇന്ന് ഓണപ്പുഴ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യം ഇപ്പോൾ ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ കാര്യം പാർപ്പിടം. അതും ഇനി ഏഴകൾക്ക് കൊടുക്കുവാൻ സാധ്യമാകുന്ന തരത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സിനെ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ. അതിന് സാധ്യമാവുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകൾ. ഒരാൾ പോലും ഗുരുവായൂർ പട്ടിണി കിടക്കരുത്. ഒരാൾ പോലും, ഗുരുവായൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലും ഒരാളും ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു. അത് തന്നെയായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. ചേംബർ ഓഫ് കൊമേഴ്സിന് ഇപ്പോൾ ഗുരുവായൂരത്തെ കാര്യം നോക്കാൻ പറ്റും. അതവർ സുദൃഢമായി നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓണ സന്ദേശം നൽകുന്നതിനായിട്ട് സ്വാമി നാരായണൻ സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യമാക്കുന്ന ഈ ഇന്നത്തെ യോഗാധ്യക്ഷൻ ശ്രീ രവി ചങ്കത്ത്, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിശക്കുന്ന വയറിനൽ കൊതിച്ചോറ് എന്ന പദ്ധതിയുടെ കൺവീനർ ശ്രീ മുരളീധര കൈമൾ, മമ്മിയൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ ശ്രീ GK പ്രകാശൻ അവർ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാരവാഹി ശ്രീ റാഫി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി കൃത്യമായ ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂരിൻ്റെ ജീവകാരുണ്യ രംഗത്ത് ഒരിക്കലും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പേരല്ല ചേംബർ ഓഫ് കൊമേഴ്സ്. കാരണം ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു മറ്റു പല നഗരങ്ങളിലും ഈ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ജീവകാരുണ്യ രംഗത്ത് സജീവമായി ഇടപെടൽ നടത്തുന്ന ഒരു യൂണിറ്റ് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് ഓണത്തിന് അവർ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഓണം ആഘോഷിക്കാൻ കഴിയാത്തവർക്കൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. ഓണം പോലെ നമ്മുടെ മലയാളികളെ ഇത്രയേറെ സ്പർശിച്ചിട്ടുള്ള മറ്റൊരു ഉത്സവം, ഒരു ആഘോഷമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എത്ര പഴഞ്ചൊല്ലുകളാണ് ഓണത്തെ സംബന്ധിച്ചുള്ളത്. കാണം വിറ്റും ഓണം ഉണ്ണണം, അല്ലേ? ഈ കാണം വിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ച പൈസ പോലും എടുത്ത് നമ്മൾ ഓണം ആഘോഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വികസനം എത്താത്തൊരു സ്ഥലത്തെ കുറിച്ചിട്ട് നമ്മൾ പറയാ എന്താ, ഓണം കയറാൻ മൂലാന്നാ പറയുക. അതായത് ഓണം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മനുഷ്യൻ താമസിക്കുന്ന, മലയാളി താമസിക്കുന്ന എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഓണം ആഘോഷിക്കാൻ കഴിയാത്തവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വലിയ ഓണ സന്ദേശം എന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള ഒരു സ്വപ്നം പോലെ, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പോലെ ഉള്ള ഒരു ഭരണ സംവിധാനം ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കള്ളമില്ല, ചതിയില്ല. നമ്മളൊരു ഓണത്തിന്റെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ഓണത്തിനിടയിൽ പൂട്ട് കച്ചവടം. അതെന്താ വെച്ചെങ്കിൽ പൂട്ട് ആവശ്യമില്ലാത്ത സമയമായിരുന്നു അത്ര ഈ ഓണം ഉണ്ടായിരുന്ന സമയം. പൂട്ടെന്തിനു വേണ്ടി കള്ളന്മാരെ പേടിച്ചിട്ടാണ്, അല്ലേ? അപ്പൊ പൂട്ട് പോലും ആവശ്യമില്ലാവാതിരുന്ന ഒരു സമയമാണ് ആ കാലഘട്ടം. അപ്പോ അത്തരമൊരു കാലഘട്ടം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്വപ്നമാണ്. ചെയർമാൻമാരുടെ ചെയർമാൻ, അതിൽ ഏറ്റവും ജനകീയനായ ചെയർമാനുള്ള വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം. എന്ത് കാര്യത്തിനും ആർക്കും എപ്പോഴും സംരക്ഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ മുഖമുള്ള ആ ചെയർമാനാണ്. എനിക്ക് അദ്ദേഹത്തിന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ളത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിശിക്കുന്നൊരു വേദന പൊളിച്ചോടനായി പദ്ധതി 10 കൊല്ലത്തിനെടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും കൂടി വിപുലീകരിക്കണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യപ്രദമായ സ്ഥലം, തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ കൊടുത്തിട്ടുള്ളത് മാതിരി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അനുവദിച്ച് തരികയാണെങ്കിൽ നല്ല രീതിയിൽ നടത്തിയ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കി ഡെസ്റ്റിനേഷൻ വിളമ്പി കൊടുക്കാനുള്ളൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്ന്. അതിന് ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നന്ദി കൊടുക്കും. നഗരസഭ അധികാരിന്റെ ഇതുകൾ മാറ്റി അതിനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും വികസന പ്രവർത്തനങ്ങളെ കൊണ്ട് ഗുരുവായൂരിൽ നടത്തിയ ഒരു ചെയർമാനാണ്. അപ്പോൾ ഉദ്ഘാടനം ബാക്കിയൊക്കെ കഴിഞ്ഞു പ്രസംഗിച്ചിട്ട് ഒന്ന് കത്തിക്കാല്ല. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ സവിശേഷതയെ കുറിച്ച് ഒന്നും പറയേണ്ട സമയമല്ല. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേരളം വളരെ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള
ഒരു ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തന്നെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സംഘടനകളും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ആ ഒരു വിഷമം, നമ്മുടെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണാഘോഷം നല്ല ഇത്തവണ വളരെ സന്തോഷത്തിലാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഇവിടെ ബഹുമാനായ മുരളീധരൻ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഒരു കാര്യം ആലോചിച്ചതാണ്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്നത് പലപ്പോഴും ഫോയിൽ പേപ്പർ അതിൻ്റെ മീതെ പിന്നെ വേറൊരു പേപ്പറിൽ കുഞ്ഞി കൊടുക്കുകയാണ്. ഉപയോഗിക്കുന്ന ആളുകൾ 2 or 3 ദിവസത്തേക്ക് മേടിച്ച് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി വലിച്ചെറിഞ്ഞ് റോഡ് മുഴുവൻ അപ്പോൾ അതിനൊരു സ്ഥലം അവർക്ക് അന്നമായി കഴിക്കാനും അവിടെ കൈ കഴുകാനും അപ്പോൾ വേസ്റ്റ് നമുക്ക് അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു സംവിധാനം വേണമെന്ന് ആലോചിച്ചതാണ്. സ്ഥലം ഏത് എന്നുള്ളതിനെ മാത്രം സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരാത്തത്. കാരണം സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല, വേറൊരു പരിപാടിക്ക് ഇതിനില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ നഗരസഭയ്ക്ക് സ്ഥിതി അറിയാം. എന്തായാലും ആ കാര്യം വളരെ ഗൗരവം. ഈ കൗൺസിലിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേക്കും. നമ്മുടെ മാമൻ എല്ലാ പരിപാടികൾക്കും എന്താ നന്ദിനിയെ ഓക്കെ ബാക്കി വണ്ടി അവിടെ എന്താ ഇത് വണ്ടി കൊണ്ടുപോകണം. സാമ്പാറും കൂടി പാടില്ല. സാമ്പാർ இலை வச்சுட்டு போனோம்.
ഒന്നുമില്ല, ഇങ്ങനെ പോന്ന ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.